ഹലോ ഗായ്സ്, ഞങ്ങൾ രാത്രി ചെറിയ ഷോപ്പിംഗ് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ കേട്ടത് ഊട്ടിയിൽ മഞ്ഞ് വീഴുന്നുണ്ടെന്ന്. അത് കേട്ടതോടെ കൂടി അനിയൻ ഊട്ടി പോവണമെന്നായി. ഹായ്, നമുക്ക് ഊട്ടിക്ക് പോകാം. അങ്ങനെ ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അനിയന് ചൂടും കൊണ്ട് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗായ്സ്, ഫ്രൈഡ് റൈസ് നല്ല സൂപ്പറാ. അപ്പോൾ ഗായ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസിന്. ഞങ്ങൾക്ക് 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ ഒരു 10 മണിയായപ്പോൾ ഗുഡല്ലൂരെത്തി. ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉറക്കമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തു കേട്ടോ. എന്നിട്ട് കാലത്ത് 6 മണിയാകുമ്പം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മളുടെ ചില്ലൊക്കെ പൊക്കി എ സി ഒക്കെ ഓഫാക്കിയിട്ടായിരുന്നു ഞങ്ങളവിടെ കാറിലിരുന്നത്. പിന്നെ ഈ സൺറൈസ് കാരണം നമുക്കവിടെ ഗോൾഡൻ കളറിലെ മൗണ്ടെയ്ൻസ് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അനിയനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അനിയന് എന്താ പറയുക, അവനും ഇപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് ഊട്ടി എത്തണേന്നും പറഞ്ഞിട്ടൊക്കെ. നമുക്ക് ഈ സൺലൈറ്റ് കാരണം നമുക്ക് ഭയങ്കര നല്ല രസമുള്ള വ്യൂസും വിഷ്വൽസൊക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ട്രീസിൻ്റെ ഹാഫ് യെല്ലോ ഹാഫ് ഡാർക്ക് കളറ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും എവിടെയാണ് ഈ സ്നോ എന്ന് തിരഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ. സ്നോ ഇതുവരെ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ എപ്പോഴാണ് ഈ സ്നോ കാണുക, സൺലൈറ്റ് ആയില്ലേ, ഇനി സ്നോ കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡൗട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. അവസാനം ഞങ്ങൾ സ്നോ കണ്ടു. അതേ നോക്കി അവിടെയൊക്കെ ആയിട്ട് നമ്മൾ തായ്വാരാണ്, ഒരു പ്ലെയിൻ വാലി. അപ്പോൾ അവിടെയൊക്കെ ആയിട്ട് മറവിലൊക്കെ ആയിട്ട് നിറയെ മഞ്ഞുണ്ട്. പക്ഷെ ഫോണിലതൊന്നും റെഡിയായി ശരിക്കൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാൽ നല്ല രസമുണ്ടായിരുന്നിട്ടോ. ഞങ്ങൾ കുറേ കളിച്ചു. അനിയനാണെങ്കിൽ ഐസ് എടുത്ത് മേലിലൂടെ ഇടുക, അങ്ങനെ ഓടിക്കളിക്കുക. അവന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് 2 പേരും ഇഷ്ടപ്പെട്ടു. വിഷ്വൽസൊക്കെ അടിപൊളി, സൂപ്പർ, ഒന്നും പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഷൂട്ടിംഗ് പോയിന്റിലോട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഷൂട്ടിംഗ് പോയിന്റ് എത്തിയിട്ട് അവിടെ പൈൻ ട്രീസൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനും അനിയനൊക്കെ കൂടിയിട്ട് കുറേ ഓടി കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാണാനുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ 2 പേരും ഇരിക്കുകയാണ്. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ബിരിയാണി സെൻ്ററിലാണ് കയറിയത്. പക്ഷേ അവിടെ ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പൊറോട്ടയും അതുപോലെ തന്നെ ഓംപ്ലേറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു വീടിൻ്റെ മുകളിലാട്ടോ, നിങ്ങൾക്ക് കാണാതെ ഒരു വീടിൻ്റെ മുകളിലായിട്ടാണ് നമുക്കൊരു ടെറസിലാണ് ഈ ഒരു ബിരിയാണി സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ഈ കട കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വിഷ്വൽസൊക്കെ കാണാം കേട്ടോ. നല്ല വ്യൂസൊക്കെ ആയിട്ട് കാണാം. അവിടുത്തെ വെള്ളം നമ്മൾ കഴുകി കഴിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു. പൈൻ ട്രീസിൻ്റെയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വിഷ്വൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് പൊറോട്ടയും പിന്നെ ഓംപ്ലേറ്റും ആയിരുന്നു. പൊറോട്ടയുടെ കറിയൊന്നും അത്രയ്ക്ക് നമുക്ക് പിടിച്ചില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ തണുപ്പത്തെ ചൂട് ചായ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയായിരുന്നു. പിന്നെ അനിയനും അതിന് അത്രയ്ക്ക് പിടിച്ചില്ല, അനിയനും അത്രയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഓംപ്ലേറ്റൊക്കെ പൊറോട്ടയൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ കഴിച്ചു. അതല്ലാതെ വേറെ അവനൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ചായയും കുടിച്ചു. ചായ നമ്മൾ ആ തണുപ്പത്തായതുകൊണ്ട് ചായയുടെ ചൂടൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് മടങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു പാർക്കിലോട്ടാണ് കേട്ടോ പോയത്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നായിരുന്നു കേട്ടോ ഒരു പാർക്കിൻ്റെ പേരും. അങ്ങനെ അവിടുത്തെ ബബിൾ വിൽക്കുന്ന ആൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ അനിയൻ കളി. ഈ വലിയ ബബിൾ ഉണ്ടാകുന്നത് മേടിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ അവസാനം മേടിച്ചു. ഇത് മുക്കാ ഭാഗം അവൻ കളഞ്ഞു.
അവന് ശ്രദ്ധ ഇല്ലാഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാട്ടർ മെലൻ്റെ, അതുപോലെ തന്നെ ബിറ്റർ ഗോർഡ്, ആപ്പിൾ, ബനാന, ഓറഞ്ച്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ കേട്ടോ. അങ്ങനെ പല ടൈപ്സ് ഓഫ് സാധനങ്ങൾ, ഫ്രൂട്ട്സ് നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. വാട്ടർമെലൺ കഴിക്കാൻ നോക്കി, ബട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിന് വേണ്ടി കയറി കേട്ടോ. അങ്ങനെ നമുക്ക് കുറേ കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കമ്മലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റിലോട്ട് കേട്ടോ കയറിയത്. നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി കിട്ടിയപ്പോൾ അറിഞ്ഞത് ഒരിക്കലും അത് തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞില്ല കേട്ടോ. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിക്കാൻ പാകത്തിനുണ്ടായിരുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന നേരത്തോട്ട് 2 ക്യൂട്ടി പപ്പികളെ കണ്ടത്. ഒരു ബ്രൗണും ഒരു വൈറ്റ് കളറിൽ 2 പപ്പികളായിരുന്നു കേട്ടോ കണ്ടത്. അതിന് നമ്മളെ കയ്യിലുള്ള ചോക്ലേറ്റൊക്കെ കൊടുത്തു. ഇത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. നേരം വെളുത്തത് മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഗായ്സ്, ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.